നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങളുടെ പല്ലിന് മഞ്ഞ നിറം വരാമെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. ഈ ഇടയ്ക്ക് ആലപ്പുഴയിൽ ഒരു പയ്യൻ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പല്ലിന് മഞ്ഞ നിറം എന്നുള്ളതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഫോട്ടോ അയച്ചു തന്നു. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, ചെറുപ്പത്തിൽ പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്നത് കിണറ്റിലെ വെള്ളമായിരുന്നു, ഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലൊക്കെ എല്ലായിടത്തും ജപ്പാൻ കുടിവെള്ളം വന്ന് നല്ല വെള്ളമാണ്. പക്ഷേ ഈ ഗ്രൗണ്ട് വാട്ടർ അവിടെ ഫ്ലൂറൈഡിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അത് ഫോട്ടോ അയച്ചു തന്നപ്പോൾ മനസ്സിലായി അത് ഫ്ലൂറോസിസ് ആണ്. അതായത് നമ്മുടെ കുടിക്കുന്ന ഗ്രൗണ്ട് വാട്ടറിൽ ഈ ഫ്ലൂറൈഡിൻ്റെ കണ്ടന്റ് കൂടുതലാകുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഡെന്റൽ ഫ്ലൂറോസിസ്. അങ്ങനെ ഡെന്റൽ ഫ്ലൂറോസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുകൾക്ക് നോർമൽ ആയിട്ടുള്ള കളർ ആയിരിക്കത്തില്ല, അതിന്റെ മിനറലൈസേഷൻ അഫക്റ്റഡ് ആവും. അതായത് ഇനാമലിന്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം അഫക്റ്റഡ് ആയിട്ട് ആ പല്ലുകൾ കൂടുതൽ യെല്ലോയിഷ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് കറക്ഷൻ ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള ആളുകൾക്ക് കറക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നില്ലെങ്കിൽ ആ പല്ലുകളെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ക്രൗൺസ് ഉപയോഗിക്കാം. ഇനി അതല്ല എങ്കിൽ ഫുൾ പോർഷൻസ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ വെനീഴ്സ് എന്നുള്ള രീതിയിൽ കാണുന്ന ഭാഗം മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. അത് ഫ്ലൂറോസ് അല്ല, പല്ല് മഞ്ഞയായിട്ടിരിക്കണമെന്ന് വെച്ച് നമ്മൾ പല്ല് അമർത്തി ചേക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലി ഉള്ള വൈറ്റനിങ് ആയിട്ടുള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ തേച്ചാൽ ഒന്നും മാറില്ല. പക്ഷെ നമ്മൾ അത് ഫ്ലൂറോസ് ആണെന്ന് മനസ്സിലാക്കണം, എന്നാലും അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും.